ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഹൂ അണ്ടർസ്റ്റാൻഡ് മീ ബെറ്റർ ഇൻ മ്യൂസിക് ഫീൽഡ്, എൻ്റെ മ്യൂസിക് ഫീൽഡിൽ ഈ കൂട്ടത്തിൽ ആരാണ് കൂടുതലായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പേരൻസ് എഡിഷനാണ് നിങ്ങൾക്കായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം, അച്ഛനാണോ അമ്മയ്ക്കാണോ ആർക്കാണോ എൻ്റെ മ്യൂസിക് ഫീൽഡിൽ എൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണോ നമുക്ക് നോക്കാം. ഓക്കെ, ശരി. കണ്ണാടി വേണമല്ലോ. ശരി, എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രാഗം ഏതാണെന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ രണ്ട് രാഗങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ രാഗം. കോപ്പി അടിക്കാനായിട്ട് പാടില്ല. അമ്മ ഭയങ്കര എഴുതിയോ? അങ്ങനെ ഓവർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. എഴുതിയോ? അമ്മ എഴുതിയോ? ശരി. ഇനി എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടിയ ഗാനം, ഗാനം ഏതാണ്? എന്ത് നോക്കിയിരിക്കുന്നുണ്ടോ? എഴുതിയോ? ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടിയ പാട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവന്നുടുപ്പൊക്കെ ഇട്ട് പാടിയ പാട്ടാ. ചുവന്നുടുപ്പാണ്, ഒരു ഫ്രോക്ക് പോലുള്ള ഉടുപ്പ്. ചുവന്നുടുപ്പല്ല, പച്ചയല്ലേ? പച്ച പാവാടയും പച്ച ഉടുപ്പ്. സ്റ്റുഡിയോയിൽ പാടിയതോ? ആ, റെക്കോർഡിങ്ങിന്. അതല്ലേ സ്റ്റുഡിയോ? അത് ഇല്ല, അതൊന്നും പറയാ, പുറത്ത് പറയണ്ട. എഴുതിയോ? മറന്നു. ഹിന്റ് എന്തേലും എഴുതിയാലും മതി. ഇനി എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നാണ്. മേബി ചിലപ്പോൾ 2 പേര് ഉണ്ട്. അതിനകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഇപ്പോഴത്തെയാണ് കേട്ടോ, കറണ്ട്ലി ഉള്ളതാണ്. നേരത്തെ ഒരാളായിരുന്നു, അതൊന്നും പറയാൻ പാടില്ല. അടുത്ത ചോദ്യം, ഞാൻ ആദ്യമായിട്ട് എൻ്റെ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പഠിച്ച ഒരു ഗാനം. ആദ്യമായിട്ട് ഞാൻ റിയാലിറ്റി ഷോയ്ക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ പഠിച്ച പാട്ട് എഴുതിയോ? ഇത് മൊത്തം എല്ലാവരും ഇത് പൊട്ടിക്കൂ. ഇന്ന് മൊത്തം സൂറായിരിക്കും ചാച്ചനും അമ്മയ്ക്ക്. എഴുതിയോ? അടുത്തത്, എൻ്റെ ആദ്യത്തെ കോമ്പോസിഷൻ, അതായത് ഞാൻ ആദ്യമായിട്ട് ഞാനും ചാച്ചനും ഒക്കെ കൂടിയിട്ട് കമ്പോസ് ചെയ്ത ഒരു സോങ്ങിൻ്റെ എന്തെങ്കിലും ഹിന്റ് മതി. അതിപ്പോൾ ആ ലിറിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ട്യൂണായാലും ആ സമയത്ത് പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾ ഹിന്റ് എഴുതി വെച്ചോ? എഴുതിയോ? അടുത്ത ചോദ്യം, സ്റ്റേജിൽ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പാടണം എന്ന് പറയുന്ന ഗാനം, സ്റ്റേജിലെ ആൾക്കാർ ഞാൻ ഇന്ന പാട്ട് പാടണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു സോങ്, എൻ്റെ പാട്ട് കേട്ടിട്ടുള്ളവർ. അടുത്തതായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് 2 പേരുണ്ട്. 2 പേരിൽ ഒരാളെ എഴുതിയാലും മതി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു സിംഗർ എഴുതിയോ? അമ്മ എഴുതിയാമേ. അടുത്തത്, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ജോണർ, സ്റ്റൈൽ ഓഫ് പാട്ട് ഏതാണ്? ഫാസ്റ്റ് നമ്പർ ആണോ, മെലഡി ആണോ, ക്ലാസിക്കലാണോ? അത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസം ചോദിക്കട്ടെ. ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുമ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്?
എഴുതിയോ? ഉം. ഞാൻ ആദ്യമായിട്ട് അച്ഛൻ എഴുതിയോ? ഞാൻ ആദ്യമായിട്ട് പഠിച്ച ലളിതഗാനം ഏതാണ്? ഞാൻ ആദ്യമായിട്ട് പഠിച്ചു പാടിയ ലളിതഗാനം. ഇതിൽ രണ്ടും പൊട്ടും. എൻ്റെ ഏകദേശം കണക്കാണെങ്കിൽ. അടുത്തത് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ സോങ് ഏതാണ്? മൈ ഫേവറേറ്റ് ക്ലാസിക്കൽ സോങ്. അച്ഛൻ തകർത്ത് എഴുതുന്നുണ്ട്, കേൾക്കുന്നതും കേൾക്കാത്തതുമായിട്ടുള്ള സോങ്സ് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ക്ലാസിക്കൽ സോങ് ചിലപ്പോൾ അത് ഏത് രാഗത്തിലെയാണ്, എനിക്കിഷ്ടമുള്ള രാഗത്തിലെ തന്നെയാണ് എനിക്ക് ഞാൻ പാടുന്ന പാട്ട്. ഞാൻ ചോദിച്ചു ഒത്തിരി പാട്ടിനല്ല, ഞാനത് ജോണർ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടത് ക്ലാസിക്കൽ സോങ്. ഓപ്ഷൻ എന്ന് പറയുന്നതില്ല, ക്ലൂ തരാം. കാരണം നേരത്തെ എനിക്കിഷ്ടമുള്ളത് ആ രാഗങ്ങളിലൊന്നാണ്, ആ രാഗത്തിൽ പെടുന്ന തന്നെ സോങ്ങാണ്. കീർത്തനം. നിങ്ങൾ കോമഡിയോട് ഉദ്ദേശിക്കുന്നതല്ല. പൊട്ടി 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 നാഗം നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിക്കൽ ഓർമ്മയില്ല. എല്ലാം പറഞ്ഞത് സാർ പഠിപ്പിച്ചാണോ? അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ആദ്യ ടീച്ചർ, ഗുരു. മ്യൂസിക്കിൻ്റെ അല്ല ഞാനിപ്പോൾ പറയണേ, അപ്പം മ്യൂസിക്കിൻ്റെ തന്നെ. എന്നെ ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ച എൻ്റെ ഗുരു. കഴിഞ്ഞ ഓക്കെ, ശരി. ഇനി എൻ്റെ ഇത് ആൻസർ സെക്ഷൻ ആണ്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എൻ്റെ ഇഷ്ടപ്പെട്ട രാഗം അത് 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 എഴുതൊന്നും വേണ്ട, ഇനി പേന രണ്ടും ഇങ്ങനെ എൻ്റെ ഇത് തരണം. അമ്മ പറയുന്നു തോടി സിന്ധു ഭൈരവി. വൃന്ദാവന സാരംഗ. അച്ഛനും ഒരു പോയിന്റ്. സാരംഗ ഞാൻ ഇഷ്ടപ്പെട്ട സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതാണ്, അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പാടിയ പാട്ട് ഏതാണ്? ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് സ്റ്റുഡിയോയിൽ പാടിയ പാട്ട് മിഴിമുകിലോ. കോട്ടാത്തലയിലെ ശ്രീകൃഷ്ണസ്വാമി. കോട്ടാത്തലയിലെ ശ്രീകൃഷ്ണസ്വാമിയാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. എന്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ശരത്. എന്റെ ഫേവറേറ്റ് മ്യൂസിക് ഇവർ രണ്ടുപേരും അല്ല, എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറാണ്. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാര്യം, നേരത്തെ ഗോപി സുന്ദർജി ആയിരുന്നു, സാറായിരുന്നു. അതിന് ശേഷം ഇപ്പോഴത്തെ കാലങ്ങളിൽ എനിക്ക് വിദ്യാസാഗർ സാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ കേട്ടോ. അപ്പം അതിന് രണ്ടുപേർക്ക് മാർക്കില്ല, 0 ആണ്. ഞാൻ ഫസ്റ്റ് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച ഗാനം ഏതാണെന്ന് വെച്ചാൽ, ഏതാണ് അച്ഛൻ പറഞ്ഞത്? അമ്മ വസീകരയാണ്. വസീകരയാണ് സ്റ്റാർ സിംഗറിലേക്ക് ഞാൻ പോവാൻ നേരത്ത് പഠിച്ച പാട്ട്. മറ്റേ പാട്ട് ഞാൻ ഓർക്കുന്നില്ല, ലളിതഗാനം നമ്മൾ കമ്പോസ് ചെയ്ത പാട്ട്. അതല്ലേ ചോദിച്ചത്. അടുത്തത് എൻ്റെ ആദ്യത്തെ കോമ്പോസിഷൻ, അത് മീൻസ് ഞാൻ ചാച്ചോട് കമ്പോസ് ചെയ്ത സോങ് ഏതായിരുന്നു? എനിക്ക് ആ പാട്ട് ഓർമ്മ വരുന്നില്ല. എനിക്ക് ആ പാട്ട് അറിയാം. എന്നാ പാട്ട് അമ്മയ്ക്ക് അറിയോ? സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് കിട്ടിയാന്ന് എനിക്കറിയാം, പക്ഷെ പാട്ട് എനിക്ക് പാട്ട് പറ. എനിക്ക് ഓർമ്മ ആ ട്യൂണെങ്കിലും പറ. അല്ല, മൃദാറസാണെങ്കിൽ തന്നെ. മൃദപിജ ചന്ദനം അസ്മിൻ ദേശേ ഗ്രാമോ അതാ. അപ്പൊ രണ്ടുപേരും പറഞ്ഞ ഹിന്റ് കറക്റ്റ് ആണ്. അപ്പൊ രണ്ടുപേർക്കും ഓരോ മാർക്ക് വീതം ഞാൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടാൻ പറയുന്ന പാട്ട് അതേതാ? അഞ്ജനശിലയിലും പഴനിയപ്പയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്തിഗാനമേളക്കല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന പാട്ട് അച്ഛൻ പറയുന്ന പാട്ടല്ല ഞാൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് സിംഗറിൽ ആരാണ്?
സിത്താരയും ചിത്രാമ്മയാണ്. അതിനകത്ത് സിത്താരയും കറക്റ്റാണ്. ഞാൻ പറഞ്ഞ 2 സിംഗേഴ്സ് ഉണ്ട്, അതിൽ ചിത്രാമ്മ കറക്റ്റാണ്, സോറി സിത്താര കറക്റ്റാണ്. ചേച്ചനും ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റൈൽ ഓഫ് ഇതാണ് ജോണുള്ള സോങ്സ് ആണ് എനിക്കിഷ്ടം? ഫാസ്റ്റ് അല്ല, ക്ലാസിക്കൽ സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഫാസ്റ്റ് നമ്പർ പറയുന്നെങ്കിലും എനിക്ക് ക്ലാസിക്കൽ സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏത് ഇൻസ്ട്രുമെന്റ്സ് ആണ് എനിക്ക് പ്ലേ ചെയ്യാനായിട്ട് ഇഷ്ടം? വയലിൻ. ഗിത്താർ. വയലിൻ. ഞാൻ വയലിൻ വാങ്ങിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഗിത്താർ അതല്ല വാങ്ങിച്ചത്. ഗിത്താർ അത് പൈസ കുറവുള്ളതുകൊണ്ട് ആദ്യം വാങ്ങിച്ചു. ആദ്യമായിട്ട് പാടിയ ലളിതഗാനം ഏതാണ്? എനിക്കറിയായിരുന്നു, പക്ഷേ ആര് പഠിപ്പിച്ചാണെങ്കിലും അറിയൂ. അമ്പാടിക്കണ്ണന്റെ അത് ശരിയാ. പാട്ട് ഞാൻ ഓർക്കുന്നില്ല. ചാരുനിലാംബരം ചന്ദനം ചാർത്തിയ മറന്നുപോയി ശാരിക പാട്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട്. അത് LKG UKG 1ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന. അപ്പൊ 10-30 വർഷം എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ മറന്നു. അങ്ങനൊന്നും പറയത്തില്ല. ചിലരാ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ സോങ് ഏതാ ഞാൻ പാടുന്നത്? എനിക്ക് ഇഷ്ടമുള്ള എനിക്കറിയില്ല. അറിയത്തില്ലേ? വണ്ടൂരിലേക്ക് ഞാൻ പാടുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ രാഗം ഏതായിരുന്നു? ദേശം വൃന്ദാന സാരംഗില്ല. അപ്പം അതിനകത്ത് തഞ്ചം നിൻപദം ദയാലൈനിയഞ്ചേൻ ആദരവോടരുൾവായ്. ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ആദ്യത്തെ ഗുരു മനസ്സില. ആദ്യമായിട്ട് സാപ്പാസ പറഞ്ഞു തന്നത് ആരായിരുന്നു? അച്ഛൻ എന്ത് ചെയ്തേ? അപ്പൊ ശരി, ആദ്യമായിട്ട് എന്നെ സാപ്പാസ പറഞ്ഞു തന്നത് ചാച്ചൻ. അപ്പൊ ഇത്രയും സോങ്സുകൾ അതെല്ലാം നിങ്ങൾ തെറ്റിച്ചു. ആകെപ്പാടെ 1 2 3 4 1 2 3 4 5 മാർക്കോട് കൂടി അമ്മയാണ് ജയിച്ചത്. ഹൂ നോസ് മീ ബെറ്റർ മൈ മ്യൂസിക് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ആണ് കുറച്ച്. അപ്പം അതിനകത്ത് അമ്മ വിജയകരമായിട്ട് 5 മാർക്കിന് ജയിച്ചു. 4 മാർക്കിന് തൊട്ട് കുറേ ചാച്ചൻ ജയിച്ചു. അപ്പോൾ ഹൂ നോസ് മീ ബെറ്റർ എന്ന ഈ ഒരു സെക്ഷൻ വിത്ത് പാരൻസ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു വിജയകരമായിട്ട്. കുറച്ച് കൺഫ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം എടുത്ത് ചോദിച്ചപ്പം ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത സെക്ഷനോടെ നമുക്ക് കാണാം. ബൈ.